ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഭാ നേതൃത്വങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ ഔപചാരികമായി പിന്തുണയ്ക്കാനുള്ള പശ്ചാത്തലം നിലവിൽ ഇല്ലെന്ന് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം നിയുക്ത LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്. വിശ്വാസികൾ സഭയുടെ താൽപര്യം കൂടി പരിഗണിച്ചായിരിക്കും ഇക്കുറി വോട്ട് ചെയ്യുകയെന്നും തോമസ് ഐസക് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഓർത്തഡോക്സ് സഭ മർത്തോമൻ പൈതൃക സംഗമത്തിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള എന്നിവരെ സഭാ നേതൃത്വം ഉദ്ഘാടകനായും മുഖ്യപ്രഭാഷകനായും ക്ഷണിച്ചത് സഭ BJPയോട് അടുക്കുന്നു എന്ന സൂചനയല്ലേ എന്ന ചോദ്യത്തിന് ഡോക്ടർ തോമസ് ഐസക്കിന്റെ മറുപടി ഇങ്ങനെ: അങ്ങനൊരു സൂചനയും ഞാൻ വായിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടം BJP മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് വലിയ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ചരിത്രത്തിൽ ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് കഴിഞ്ഞ വർഷം പോലെ നടന്ന ആക്രമണങ്ങൾ ഇതുവരെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. വിശ്വാസികൾ ഇക്കുറി മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യും. പഴയതുപോലെ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്കായി സഭാ നേതൃത്വം വോട്ട് പിടിക്കുന്ന രീതി ഇപ്പോഴില്ലെന്നും ഡോക്ടർ തോമസ് ഐസക് വ്യക്തമാക്കി. സഭാംഗങ്ങൾ അവരുടെ മനസാക്ഷി അനുസരിച്ച് ചെയ്യും, സഭയുടെ താല്പര്യങ്ങളോട് കണക്കിലെടുക്കും എന്നല്ലാതെ പണ്ട് കാലത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് സഭ ആരെങ്കിലും പിന്താങ്ങുകയും അവർക്ക് വേണ്ടി വിട്ടുപിടിക്കുന്ന ഒരു രീതി ഇന്ന് കേരളത്തിൽ എവിടെയും നിലവിലില്ല. ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ് പത്തനംതിട്ട. ന്യൂനപക്ഷ സമുദായങ്ങളുടെ പിന്തുണ തങ്ങൾക്കെന്ന അവകാശവാദവുമായി UDFും NDAയും മണ്ഡലത്തിൽ രംഗത്തെത്തിയിരുന്നു. ഏതായാലും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ കിഫ്ബിയുടെ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് സംസ്ഥാനത്ത് 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ഇക്കുറി ചർച്ചയാകും. മത ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണ LDFിനുണ്ടെന്നും ഡോക്ടർ തോമസ് ഐസക് അവകാശപ്പെടുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.